ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇതിലിപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങണം, ഇനി ഒന്നും അവശേഷിക്കാതെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു കെട്ടിടങ്ങളൊക്കെ എന്നുള്ളതാണ്. 120 കടകളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംസാരിച്ച വ്യക്തി അദ്ദേഹത്തിന് തന്നെ 45 കടകളുണ്ടെന്നാണ് പറയുന്നത്. എത്ര ജീവനക്കാരുടെ ജീവിത പ്രശ്നമാണ്, ഈ കടയുടമകളുടെ ജീവിത പ്രശ്നമാണ്, കോടികളുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ഇനി ഇത് ഒന്നിൽ നിന്ന് നിർമ്മാണം തുടങ്ങണം അല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, നമുക്ക് ഒറ്റ ദൃശ്യങ്ങൾ, കാരണം ഈ തീ ആദ്യം പടർന്നു പിടിച്ചത് ഇത് ഈ തൊട്ടടുത്തുള്ള കടയാണ്. ആ കടയുടെ ദൃശ്യങ്ങൾ, അതിന് തൊട്ടടുത്തുള്ള കടയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഫൺ സിറ്റി എന്ന് പറയുന്ന ആ കടയുടെ ഉൾവശത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്കിപ്പോൾ ക്യാമറയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനകത്ത് ഒരു സാധനം പോലും, അതായത് ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പോലും തിരിച്ചെടുക്കാനില്ലാത്ത വിധം കത്തി പൂർണ്ണമായും അമർന്ന് താഴേക്ക് പോയിരിക്കുന്ന ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന, സങ്കടം തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെയുള്ള 45 കടകൾ ഏകദേശം ഈ മുൻവശത്തുള്ള പൂർണ്ണമായും ഈ മുൻവശത്ത് കാണുന്ന കടകളിൽ പൂർണ്ണമായും തന്നെ ഇങ്ങനെ കത്തി നശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇതാണ് സ്ഥിതി എന്നുള്ളതാണ്. കാരണം അവരുടെ വ്യാപാരികളുടെ ഒക്കെ ഒരു ജീവിതകാലത്ത് അവരൊക്കെ പറയുന്നത് ഈ ഓരോ ദിവസവും കച്ചവടം നടത്തി കിട്ടുന്നതിൻ്റെ പണത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ പോലും എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ തീ വളരെ രീതിയിൽ പടർന്നു പിടിക്കുകയായിരുന്നു.